നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങൾ അല്ലെ റിക്രൂട്ട്മെന്റുകളൊക്കെ വലിയ തോതിൽ കുറയുന്നതായിട്ട് ഇക്കാലത്ത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. അപ്പം നമുക്ക് പ്രയോഗിക്കാവുന്ന 5 തന്ത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റുകൾ, പ്രത്യേകിച്ച് ഈ ഫ്രഷർ ലെവലിലുള്ള റിക്രൂട്ട്മെന്റുകളിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിപ്പ് ഇപ്പോൾ കാണാനായിട്ട് കഴിയും. ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകളിലും ഒക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? എനിക്ക് തോന്നുന്നത് ഈ ആഗോള മേഖലയിലെ ഒരു മാന്ദ്യം പൊതുവെ പറയപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഈ യുദ്ധങ്ങൾ, പല മേഖലകളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ ആഗോള മേഖലയിലെ ഈ പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ IT കമ്പനീസിനെയാണ്. IT കമ്പനീസ് ആണല്ലോ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ റിക്രൂട്ടേഴ്സ്. IT കമ്പനികൾ IT കാരെ മാത്രമല്ല, നോൺ IT കാരെയും ഒക്കെ വലിയ തോതിൽ റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഈ പൊതുവെ കേൾക്കുന്ന ഈ ഒരു മാന്ദ്യം IT കമ്പനീസിനെ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിക്രൂട്ട്മെന്റിൽ വലിയ ഡിപ്പ് വന്നിരിക്കുന്നത്. ടോപ്പ് കമ്പനീസ്, പ്രത്യേകിച്ച് ഈ ഫ്രഷേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത് ബിഗ് 5 എന്നറിയപ്പെടുന്ന IT കമ്പനീസ് ആയിരുന്നു. വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികൾ, TCS തുടങ്ങിയ കമ്പനികൾ. ഇവയിൽ TCS മാത്രമാണ് ഇപ്പോൾ കാര്യമായിട്ട് അല്പമെങ്കിലും റിക്രൂട്ട് ചെയ്യുന്നത്. വിപ്രോയും ഇൻഫോസും ഒക്കെ സാധാരണഗതിയിൽ ഈ കൊല്ലം റിക്രൂട്ട്മെന്റ് കാണില്ല എന്ന് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് കമ്പനീസിന്റെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ IT കമ്പനീസിന്റെ കാര്യം മാത്രമല്ല, സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിന്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് നന്നായി കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ നാം ചെയ്യേണ്ട അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ദിസ് ടൈം ടു ഷാൽ പാസ് എന്ന് പറയാറുണ്ട്. ഈ സമയവും കടന്നുപോകും. അതായത് ഇപ്പം നമ്മൾ ഒരു മാന്ദ്യത്തിലൂടെയാണ് പോകുന്നത് എങ്കിലും ഒരു ഗ്രോത്ത് വരാനായിട്ട് എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് 2024 മധ്യത്തോടെ ആ ഒരു വളർച്ച വന്നേക്കും എന്നൊക്കെ ചിലർ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓർക്കുക, ഇതൊക്കെ ഒരു ചാക്രികമാണ്, ഒരു സൈക്കിളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നിരാശപ്പെടാതെ, ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാതെ അവസരങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട 5 സ്ട്രാറ്റജീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ട്രൈ മാക്സിമം, ഡോണ്ട് ബി ഡീമോട്ടിവേറ്റഡ് എന്നാണ് പറയാനായിട്ടുള്ളത്. ഈ ചാനലിൽ ചില തൊഴിൽ അവസരങ്ങളൊക്കെ ഇടുമ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ വന്ന് താഴെ കമന്റ് ചെയ്യാറുണ്ട്. എന്തിനാ ഇത് അപ്ലൈ ചെയ്യുന്നതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം അവസരങ്ങൾക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചിലന്തിയെ ശ്രദ്ധിച്ചു കാണും അല്ലെ, എട്ടുകാലി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന്റെ വല ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ വിശാലമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ വിശാലമാക്കുമ്പോൾ കൂടുതൽ ഇരകൾ ആ വലയിൽ വന്ന് വീണ് അതിന് ഭക്ഷണം ലഭിക്കുന്നത് നാം കാണാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത് അവസരങ്ങൾ കണ്ടുപിടിക്കുന്നത് വിശാലമാക്കണം എന്നുള്ളതാണ്. നമ്മൾ മുൻപ് ഈ ഒരു ചാനലിലൂടെ മാത്രമാണ് നിങ്ങൾ അവസരം കണ്ടെത്തിയതെന്നുണ്ടെങ്കിൽ മറ്റ് അവസരങ്ങൾ കണ്ടെത്താനുള്ള മേഖലകൾ, അത് ഒരുപക്ഷെ ന്യൂസ് പേപ്പർ ആയിരിക്കും, അല്ലെ പീരിയോഡിക്കൽക്കായിരിക്കും, തൊഴിൽ വീതി, തൊഴിൽ വാർത്തയൊക്കെ ആയിരിക്കും, അല്ലെ മറ്റ് ജോബ് സൈറ്റുകളായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കൂടുതൽ അവസരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. മുമ്പ് 10 അവസരങ്ങൾ ഒരാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അത് 100 അവസരങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയണം. അതിനുള്ള മാർഗങ്ങൾ പല വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവസരങ്ങൾ കൂടുതൽ കണ്ടെത്തുമ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് ഒരു 100 എണ്ണത്തിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ 10 എണ്ണത്തിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു റിപ്ലൈ ലഭിച്ചേക്കാം. ഈ 10 ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ പോയാൽ ഒരുപക്ഷെ ഒരെണ്ണം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു 4 എണ്ണം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ ഒന്ന് ചൂസ് ചെയ്ത് ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പം നിരാശപ്പെടാതെ മാക്സിമം, ചിലന്തിയെ പോലെ മാക്സിമം വല നെയ്യുക എന്ന് പറയുന്ന പോലെ മാക്സിമം അവസരങ്ങൾ കണ്ടെത്തി അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയണം. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇമെയിൽ അയക്കുന്നതിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കവറൊക്കെ എടുത്ത് കവറിനകത്ത് ആപ്ലിക്കേഷൻ ഇട്ട് പോസ്റ്റിലൊക്കെ അയച്ച് പ്രിന്റ് എടുത്ത് പോസ്റ്റിലൊക്കെ അയക്കേണ്ട ചിലവുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ചിലവുകളൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ മാക്സിമം അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വല്ലപ്പോഴുമൊക്കെ ചില അപേക്ഷകൾ സക്സസ്ഫുൾ ആയി മാറുന്നതും അതിലേക്ക് ജോലിയിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യുക. ഓർക്കുക, മുൻപ് ഒരു വേക്കൻസി ഉണ്ടായിരുന്നെങ്കിൽ 10ഓ 50ഓ പേരാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് 500 പേരായിരിക്കും അതിന് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനികൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരെയൊന്നും പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് കമ്പനികൾ, ഗവൺമെന്റ് കമ്പനികൾ അവർ പറയുന്ന ഡേറ്റിനുള്ളിൽ അപേക്ഷിക്കുന്ന എല്ലാവരെയും കൺസിഡർ ചെയ്യും. പ്രൈവറ്റ് കമ്പനികൾ അങ്ങനെയല്ല. ആദ്യം ലഭിക്കുന്ന കുറെ അപേക്ഷകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കാൻഡിഡേറ്റ്സിനെ, അവർക്ക് പറ്റുന്ന കാൻഡിഡേറ്റ്സിനെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് തന്നെ സെലക്ഷൻ നടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒന്നും വെയിറ്റ് ചെയ്യാതെ ഏത് അവസരം കണ്ടാലും അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാതെ ഇത് ഒരു നല്ല കാലമല്ല എന്ന് മനസ്സിലാക്കി കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഇന്റർവ്യൂസ് നിങ്ങൾക്ക് ലഭ്യമാവും. അത് ക്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ ജോലിയിലേക്ക് എത്താൻ കഴിയുക. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, ഇന്ന് ഞാൻ പ്ലേസ്മെന്റ് എക്സ്പെർട്ട്, കരിയർ എക്സ്പെർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ആദ്യ ജോലിക്ക് വേണ്ടിയിട്ട് 100-ലധികം ഇന്റർവ്യൂസ്, 100-ലധികം അപേക്ഷകളല്ല, 100-ലധികം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ആദ്യ ജോലി കിട്ടിയത് എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് നിങ്ങളൊക്കെ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യുക, മാക്സിമം ഇന്റർവ്യൂവിന് പോവുക. അങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായത് ലഭിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓർക്കുക, നിങ്ങൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുവാനായിട്ട് എൻ്റെ ചില സേവനങ്ങൾ, സൗജന്യ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ യൂട്യൂബ് ചാനലിൽ നൽകുന്ന തൊഴിൽ അവസരങ്ങൾ കൂടാതെ നമുക്ക് ഒരു വാട്സാപ്പ് ചാനലുണ്ട്. ആ ചാനലിൽ മിനിമം ഒരു 8-10 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡെയിലി നൽകാറുണ്ട്. അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ 148 എണ്ണത്തോളം ഉണ്ട്. ഇതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡെയിലി തൊഴിൽ അവസരങ്ങൾ നൽകാറുണ്ട്. ടെലഗ്രാം ചാനലിലൂടെ തൊഴിൽ അവസരങ്ങൾ നൽകാറുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ട്രൈ ടു ടേക്ക് യുവർ ജോബ് ഓഫേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒത്തിരി ശ്രമിച്ചു കഴിയുമ്പോൾ അവിടെയൊക്കെ ചില ജോബ് ഓഫേഴ്സ് നമുക്ക് ലഭിക്കാം. എന്നാൽ പലരും ആ ജോബ് ഓഫേഴ്സ് എടുക്കാൻ തയ്യാറാകത്തില്ല. കാരണം എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ജോലിയല്ല, അല്ലെ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡഡ് കമ്പനിയല്ല, അല്ലെ ഞാൻ ഉദ്ദേശിക്കുന്ന ശമ്പളമില്ല എന്നൊക്കെയുള്ള നിസ്സാര കാരണങ്ങളിൽ. ഓർക്കുക, ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ കയറുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കമ്പനിയുടെ ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനിയുടെ വലിപ്പമോ, കമ്പനി എത്രമാത്രം അറിയപ്പെടുന്നു, റെപ്യൂട്ടഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരുപക്ഷെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ഒരു വലിയ ഫാക്ടറായിട്ട് തൽക്കാലമെങ്കിലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങൾ സ്വപ്നം കാണുന്ന ശമ്പളമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയ കമ്പനി ഓഫർ ചെയ്യുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തൽക്കാലത്തേന് പണി പഠിക്കാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയിലാണോ ജോലി എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആ സമയം കൊണ്ട് ഒരു എക്സ്പീരിയൻസ് നേടിയാൽ 1 അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ ഒക്കെ ഈ തൊഴിൽ രംഗത്ത് വീണ്ടും ഒരു ഗ്രോത്ത് വരുമ്പോൾ ഈ എക്സ്പീരിയൻസ് വെച്ച് മികച്ച കമ്പനിയിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് കഴിയും. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിൽ അവിടെ കമ്പനിയുടെ ബ്രാൻഡോ കമ്പനിയുടെ റെപ്യൂട്ടേഷനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളമോ ഇതൊന്നും വലിയ കാര്യമാക്കാതെ പണി പഠിക്കാൻ പറ്റുമോ, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കി അതിന് പറ്റും എന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ആ ജോബ് ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒരുപക്ഷെ ഭാവിയിൽ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ട്രെയിനിങ്, നല്ല ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്ന ഒരു അവസരമായിരിക്കും എന്നുള്ള കാര്യം മറക്കല്ല്. മൂന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കരിയറിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾക്ക് ഒരു ജോലി ലഭിച്ചില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഒത്തിരി നാൾ കഴിഞ്ഞു പോയാൽ നമ്മുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് വരും. ഒരു 6 മന്ത്സിലൊക്കെ മേളിൽ കരിയറിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വാട്ട് വാസ് യു ഡൂയിങ് ഇൻ ദ ലാസ്റ്റ് 6 മന്ത്സ് ഓർ ലാസ്റ്റ് 1 ഇയർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ പോയിന്റായിട്ട് സൂചിപ്പിച്ച കഴിയുമെങ്കിൽ ഒരു ജോലിയിൽ കയറാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോലി കിട്ടുന്നില്ല എങ്കിൽ പോലും ഈ കരിയറിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഏർപ്പെട്ടവരാണെങ്കിൽ, ഒരുപക്ഷെ ഒരു ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളോ നിങ്ങൾ ചെയ്യുക. ഒരു ഇന്റേൺ ആയിട്ടെങ്കിലും ഒരു ഇന്റേൺഷിപ്പിനെങ്കിലും കയറാനായിട്ട് ശ്രമിക്കുക. അവർക്ക് ഗവൺമെന്റിന്റെ ഈ ബോട്ട് അല്ലെങ്കിൽ ആസാപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഒത്തിരി ഇന്റേൺഷിപ്പുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ശമ്പളം വളരെ കുറവായിരിക്കും, എങ്കിൽ പോലും അതൊരു വലിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടാൻ കഴിയും, അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം കരിയറിൽ ഗ്യാപ്പ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക.
ഇനി നാലാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, അത് കരിയറിൽ ഗ്യാപ്പ് ഇല്ലാതെ ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് മാത്രവുമല്ല, നിങ്ങളുടെ കഴിവുകളെ തേച്ചു മിനിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതാണ് നാലാമത്തെ കാര്യം. അതെന്താണ്? ഗെറ്റ് ട്രെയിൻഡ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേഖലയിൽ നല്ല താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ച അതുമായി ബന്ധപ്പെട്ട ഒരു മേഖല, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ട്രെയിനിങ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ IT-യിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ BTechോ MCAയോ അല്ലെങ്കിൽ BSCയോ BCAയോ ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ IT-യിൽ ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജിയാണ് പൈതൺ എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ IT-യിലെ ഒരു മേഖല നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മേഖല കണ്ടെത്തി, ആ മേഖലയിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സ്, മേ ബി ഒരു 3 months-ൻ്റെയോ 6 months-ൻ്റെയോ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് പഠിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ കരിയറിൽ ഗ്യാപ്പ് വരത്തില്ല എന്ന് മാത്രവുമല്ല, നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുവാനായിട്ട്, നോളജ് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ആയുധങ്ങൾ ഒന്ന് രാഗി മൂർച്ചയേറിയതാക്കി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു 3 months-ഓ 6 months-ഓ ഒക്കെ ഒരു കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഒരുപക്ഷെ ഈ വർഷം പകുതിയോടെ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി വരുമ്പോൾ ആ സ്കിൽസും ആ നോളജും വെച്ചിട്ട് നല്ലൊരു ജോലിയിലേക്കൊക്കെ എത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പൊ കരിയറിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല, ആ സമയത്ത് നമ്മുടെ സ്കിൽസും നോളജും ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അതിനൊരു പക്ഷേ ട്രെയിനിങ് കോഴ്സ്, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി കാശ് മുടക്കി പഠിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ യൂട്യൂബിലൂടെ തന്നെ എത്രയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ സൗജന്യമായിട്ട് തന്നെ എത്രയോ കോഴ്സുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ അങ്ങനെയുള്ള പല കോഴ്സുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ സൗജന്യമായിട്ടോ പെയ്ഡ് ആയിട്ടോ ഒക്കെ തനിയോ മറ്റുള്ളവരുടെ ഹെൽപ്പിലൂടെയൊക്കെ പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. അതായത് കാര്യങ്ങളൊക്കെ ശരിയാവുന്ന സമയത്തേക്ക് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അഞ്ചാമത്തെ സ്ട്രാറ്റജിയും കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അത് ഇതാണ്, മുൻപ് പറഞ്ഞ 4 കാര്യങ്ങളും മറക്കല്ല് എന്നുള്ളതാണ്. എന്താണ് ആ 4 കാര്യങ്ങൾ? ഒരിക്കൽ കൂടി ഞാൻ പറയാം. അപ്ലൈ മാക്സിമം ഓർ ട്രൈ മാക്സിമം, ഡോണ്ട് ബി ഡീമോട്ടിവേറ്റഡ്. അവസരങ്ങൾ കൂടുതൽ കണ്ടെത്തി അതിലൂടെ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്, കരിയറിൽ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസിന് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോലികൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകൾ ചെയ്യാം, അപ്രന്റീസ്ഷിപ്പ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. പിന്നീട് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, നോളജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചില ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഒരുപക്ഷെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, കിട്ടുന്ന അവസരങ്ങൾ അവിടെ ശമ്പളമോ അല്ലെ കമ്പനിയുടെ ബ്രാൻഡോ നോക്കാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ, പണി പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റെടുക്കുവാൻ ശ്രമിക്കുക എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ ഈ 5 കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന ചില സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും അവസരങ്ങൾ കിട്ടുമ്പോൾ ഒന്നും നോക്കാതെ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരു മെയിൽ അയക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിലേക്കൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് എത്തുവാനായിട്ട് കഴിയും. സോ അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ ലഭ്യമാവും. ഓർക്കുക, നമ്മുടെ ജോബ് സൈറ്റ് ഉണ്ട്, jobsbridge.com. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഗ്രൂപ്പുകളിലൂടെയോ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.